ഇത്തവണ ഓണമായിട്ട് ഒരു അനക്കവും ഇല്ല. ഓ എന്താ ഓണം, മാവേലി വന്നോണം ഇരുന്നോണം പൊക്കോണം അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഓണത്തിന് ഓണത്തുമ്പിയും പുലികളിയൊക്കെ ഉണ്ട്. ഇപ്പം പുലി പോയിട്ട് എരി പോലും. മാവേലി തമ്പുരാണ് ഭരണകാലത്തെ സത്യവും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ഈ നാടിന്റെ അവസ്ഥ ഇട്ടിട്ട് മാവേലി തമ്പുരാൻ വരുമോന്ന് തന്നെ സംശയം. ആ പറയടാ ദിനേശ, മാവേലിക്കോ? എവിടെ വെച്ച്? എന്താ പറ്റി? കഷ്ടമായി പോയല്ലോ. മാവേലിക്കോ എന്തു പറ്റി? എന്തോ അപകടം പറ്റുന്നുണ്ട്. ഒരു കാലത്ത് നാട് ഭരിച്ചോണ്ടിരുന്ന തമ്പുരാന്. നമുക്കൊന്ന് പോയി കണ്ടാലോ? പിന്നെ പോകണം. ദിനേശോ, ദിനേശാ, ആ കേറി വരൂ. മാവേലി തമ്പുരാനോ? എന്താ പറ്റി തമ്പുരാനെ? എന്ത് പറ്റിയെന്നോ? ഒന്നും പറയണ്ട. കഴിഞ്ഞ വർഷം പോകാൻ നേരത്ത് അടി കിട്ടിയത്. ഈ പ്രാവശ്യം വന്ന് കാല് കുത്തി അന്നേരം തൊട്ട് അടിയ. എന്ത് പറ്റി മാവേലി? എന്താ സംഭവം? ഒന്ന് തെളിച്ചു പറ. എല്ലാ വർഷവും നാം നമ്മുടെ പ്രജകളെ കാണുന്നത് പോലെ ഈ വർഷവും വന്നതാ. റോഡിലെ നീന്തൽക്കുളവും കുളിക്കടവും ഒക്കെ കണ്ട് നാം അത്യധികം സന്തോഷിച്ചു. ഈ സമയം 2-3 പേർ മുട്ടൻ വടികളുമായി വന്നിട്ട് എന്നോട് ചോദിച്ചു, മഹാരാജാവിന്റെ ഭരണകാലമാണോ നല്ലത്, ഇപ്പോഴത്തെ ഭരണകാലമാണോ? 10 മിനിറ്റ് കഴിഞ്ഞില്ല, കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നെ ഇഷ്ടംപോലെ എന്നെ മുഖം പിടിച്ച് റോഡിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു തമ്പുരാനെ? ബോധമില്ലാതെ കടന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഈ ഭവനത്തില. ബോധം വരുമ്പോൾ നമ്മുടെ മീശയുമില്ല, കുടയുമില്ല, തലമുടിയുമില്ല. പിന്നീട് അറിഞ്ഞത് ഈ ഭവനത്തിന്റെ ഉടമ നമ്മുടെ പ്രജ ദിനേശനാണ് നമ്മളെ രക്ഷിച്ചത്. എന്നിട്ട് ദിനേശൻ എവിടെ തിരുമനി? അവൻ എന്നെ തനിച്ചാക്കിയിട്ട് ഓണം ആഘോഷിക്കാൻ പോയി. മാവേലി ഇല്ലാതെ ഓണം ആഘോഷിക്കാനോ? അത് എവിടാ തിരുമനി? നമ്മുടെ പ്രജകളിൽ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്ന ആൾക്കാരില്ലേ? എന്താ തിരുമനിയോട് മനസ്സിലായില്ലല്ലോ. നമ്മുടെ പ്രജകൾ സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. എന്തോ അതിന്റെ പേര്. എന്തൊരൊത്തൊരുമ!